കമ്പ്യൂട്ടർ വന്നപ്പോൾ തൊഴിൽ തിന്നുന്ന ബഗൻ എന്ന് പറഞ്ഞ് CPM എതിർത്തു. ബൂർഷ രാജ്യമാണെന്ന് പറഞ്ഞ് അമേരിക്കയെ തെറി വിളിച്ചു. ചില സിനിമകളിൽ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ അതേപടി അങ്ങ് നാട്ടിൽ നടപ്പാവൂ. അങ്ങനെ നടന്ന ഒരു സിനിമയുണ്ട്. ഏതാണെന്നറിയാമോ? IV ശശി സംവിധാനം ചെയ്ത ഈ നാട് എന്ന സിനിമ. അതിലെ സീൻ പോലും എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛൻ കുഞ്ഞ് വ്യാജ ചാരായം മാറ്റുന്ന ആളാണ്. അച്ഛൻ കുഞ്ഞെന്ന് പറഞ്ഞ നടൻ. ആ വ്യാജ ചാരായം മാറ്റുമ്പോൾ അതിലൊരിക്കലും ഒരു എലി കിടക്കും. ആ എലിയെ എടുത്തിട്ട് ആ എലി ചത്ത് കിടക്കുന്നു എന്ന് പറയാൻ പറയും, ചാരായമല്ലേ അത് കിടക്കട്ടെ, ഈ വീര്യം കൂടും. എന്താണ് ഇവിടെ ഒരു നാറ്റം? ചാരായം മാറ്റുന്നിടത്ത് നാറ്റം അല്ലാതെ പിന്നെ സെന്റ് മണക്കൂ. ഓ എലിയല്ലേ, അത് അതി കിടന്നോട്ടെ. ആ സിനിമയിൽ തന്നെയാണ് ഈ ചാരായം കുടിച്ച് നൂറുകണക്കിന് ആളുകൾ മരിച്ചു പോകുന്നത്. അപ്പോൾ ഈ മരിച്ചു പോകുന്ന ഈ സിനിമ കഴിഞ്ഞ് ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷമാണ് വൈപ്പിൻ മദ്യ ദുരന്തം ഉണ്ടാകുന്നത്. അതിനുശേഷം എവിടെയെല്ലാം ഉണ്ടായി? കല്ലുവാതക്കിലുണ്ടായി, അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ടായി. അപ്പോൾ പല ഭാഷകളിലും, മലയാളത്തിൽ മാത്രമല്ല പല ഭാഷകളിലും ദാർശനിക ശക്തിയുള്ള ആളുകളൊക്കെ സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയിൽ സംഭവിച്ച കാര്യങ്ങൾ പിന്നീട് യഥാർത്ഥത്തിൽ സംഭവിക്കുമ്പോഴാണ് നമുക്ക് സംഗതിയുടെ കിടപ്പുവശം മനസ്സിലാകുന്നത്. ഇതുപോലെയാണ് പാലാരിവട്ടം പാലത്തിൻ്റെ കാര്യം. പഞ്ചവടി പാലം എന്നൊരു സിനിമയുണ്ടായിരുന്നു, KG ജോർജ് സാർ ഡയറക്റ്റ് ചെയ്തത്. ഓർമ്മയുണ്ടാവുമല്ലോ. പാലത്തിൻ്റെ ഉദ്ഘാടനത്തിന് അന്ന് ഈ പാലം തകർന്നു വീഴുന്നു. ആളുകളും വണ്ടിയും വള്ളവും എല്ലാം കൂടി അപ്പനെ പുഴയിലേക്ക് വീഴുന്നു. അങ്ങനെ ആ പാലം നശിക്കുന്നു. ഇത് തന്നെയല്ലേ പാലാരിവട്ടം പാലവും? സംഭവിച്ചിട്ട് എന്താണ് സംഭവിച്ചത്? പാലം വീണില്ലെന്നേ ഉള്ളൂ, അതിനു മുമ്പ് പൊളിച്ചടുക്കി. മലയാള സിനിമയും കേരളത്തിലെ രാഷ്ട്രീയവും തമ്മിൽ ഒരുപാട് അടുത്ത ബന്ധമുണ്ട്. ഈ അടുത്ത ബന്ധമെന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും TV ഒക്കെ ഓൺ ചെയ്ത് നോക്കുമ്പോൾ രാത്രിയിൽ ചില പ്രധാന ചാനലുകളിൽ ചില പ്രോഗ്രാമുകൾ കാണാം. വക്രദൃഷ്ടി, ജ്ഞാനദൃഷ്ടി, ആർക്കും പറയാം എന്നൊക്കെ പറഞ്ഞ് കുറേയധികം പ്രോഗ്രാമുകൾ കാണാറുണ്ട്. ഇതെല്ലാം സിനിമയും രാഷ്ട്രീയത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സാധനമാണ്. രാഷ്ട്രീയക്കാർ പറയുന്നതനുസരിച്ച് സിനിമയുടെ ഡയലോഗുകളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ പൊടുപ്പും തങ്ങലും ഒക്കെ ചേർത്ത് വെച്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. പക്ഷേ കേരളത്തിലെ CPM-ഉം ബാലൻ കെ നായരും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. അതെന്താണെന്നറിയാമോ? CPM-ന്റെ നിലപാടുകളും ബാലൻ കെ നായരുടെ ബലാത്സംഗവും ഒരുപോലെയാണെന്ന് ചില സിനിമകളിലെ ബലാത്സംഗ സീനുകൾ നോക്കുകയാണെങ്കിൽ വില്ലൻ നായികയെ ബലാത്സംഗം ചെയ്യാൻ പോകുന്നു. ആദ്യം നായിക പകച്ചു പോവുകയും മാന്തുകയും കടിക്കുകയും ഒക്കെ ചെയ്ത് വില്ലനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. വില്ലൻ തൻ്റെ കലാപരിപാടിയുമായി മുന്നേറുമ്പോൾ നായികയുടെ എതിർപ്പ് കുറഞ്ഞു വരുന്നു. വില്ലൻ ലേശം കൂടി മുന്നോട്ട് പോകുമ്പോൾ എതിർപ്പ് പാടേ കുറഞ്ഞ് സംഭവം ഒരു കൂട്ടുകച്ചവടം പോലെയാകുന്നു. ചില സീനുകളിൽ വില്ലൻ നായികയെ ബലാത്സംഗം ചെയ്യുകയാണോ അതോ നായിക വില്ലന്റെ ചാരിത്രം നശിപ്പിക്കുകയാണോ എന്ന് കാണുന്ന നമുക്ക് തന്നെ സംശയം തോന്നിപ്പോകും. സംഗതിയെല്ലാം കഴിഞ്ഞ് മാഞ്ഞുപോയ സിന്ദൂരപ്പൊട്ടും അഴിഞ്ഞുലഞ്ഞ തലമുടിയും കീറിപ്പറഞ്ഞ റൗക്കയുമൊക്കെയായി ചാരിയിരുന്നോ കമിഴ്ന്നു കിടന്നോ കരയുന്ന നായികയിൽ രംഗം അവസാനിക്കുകയും ചെയ്യും. പിന്നീട് പലപ്പോഴും ഈ നായികയ്ക്ക് വില്ലനോട് ഒരിത് തോന്നുന്നതായി കാണാം, ഒരിഷ്ടം, ഒരടുപ്പം. തന്നെ ഒരിക്കൽ ബലാത്സംഗം ചെയ്ത വില്ലനില്ലാതെ ജീവിക്കാൻ പോലും കഴിയില്ലെന്ന് ചില നായികമാർക്ക് തോന്നിയിട്ടുമുണ്ട്. ഇവർ പിന്നീട് ഒന്നിച്ച് ജീവിച്ച ചരിത്രവുമുണ്ട്. ഹിറ്റ്ലർ എന്ന സിനിമ കണ്ടിട്ടില്ലേ? അതിനകത്ത് MG സോമനും ഇളവരശിയും തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. നീ ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ, ഈ ഡയലോഗ് ഫേമസ് ആണല്ലോ. പക്ഷെ അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിലോ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിലോ. ഒച്ച വയ്ക്കുകയോ കരയുകയോ ചെയ്തിരുന്നെങ്കിൽ സോമൻ മൂക്കും വായും പൊത്തിപ്പിടിക്കുകയും ഇളവരശിയുടെ കാറ്റ് പോവുകയും ചെയ്യുമായിരുന്നു എന്നത് വേറെ കാര്യമാണേ. പറഞ്ഞു വന്നത് ഇതേക്കുറിച്ചൊന്നുമല്ല.
ഇതൊരു ഉദാഹരണത്തിന് ഞാൻ വെറുതെ ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രം. നോക്കൂ, കമ്പ്യൂട്ടർ വന്നപ്പോൾ തൊഴിൽ തിന്നുന്ന ബഗൻ എന്ന് പറഞ്ഞ് CPM എതിർത്തു. ഈ ലാപ്ടോപ്പിലോട്ടൊന്ന് ഫീഡ് ചെയ്തോളൂ. ട്രാക്ടർ വന്നപ്പോൾ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് എതിർത്തു. കേന്ദ്ര സർക്കാർ GST കൊണ്ടുവന്നപ്പോൾ അതിനെയും എതിർത്തു. ബൂർഷ്വാ രാജ്യമാണെന്ന് പറഞ്ഞ് അമേരിക്കയെ തെറി വിളിച്ചു. ഗെയിൽ പാചകവാതക പൈപ്പ് കൊണ്ടുവരുന്നതിനെതിരെ പ്രക്ഷോഭവും നടത്തി. യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞ് ശബരിമലയിൽ ആവുന്നത്ര വേണ്ടാധീനം മൊത്തം കാണിച്ചു കൂട്ടി. KM മാണിയെ കോഴക്കള്ളനെന്ന് വിളിക്കുകയും അദ്ദേഹം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് തടസ്സപ്പെടുത്തി നിയമസഭയിൽ അക്രമം അഴിച്ചുവിടുകയും ചെയ്തു. എന്നിട്ടോ ഇനി കാര്യങ്ങൾ പറയാം. AKG സെന്ററും പാർട്ടി ഓഫീസുകളും പോലും കമ്പ്യൂട്ടർവൽക്കരിച്ചെന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ കക്ഷത്ത് പോലും ഇപ്പോൾ ലാപ്ടോപ്പാ. 15 കൊല്ലം CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായിരിക്കുകയും ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുകയും ചെയ്യുന്ന നിലപാടുകളുടെ രാജകുമാരൻ നമ്മുടെ പിണറായി വിജയന്റെ മകളില്ലേ, മകള് പോലും IT കമ്പനി ഉടമയാണ്. ഉണ്ടായിരുന്ന വയലുകളിൽ മുഴുവൻ ചുവന്ന കൊടി കുത്തി നെൽകൃഷി നടക്കുന്നിടത്ത് തൊഴിലാളികളെ കിട്ടാത്തതിനാൽ ഇപ്പോൾ ട്രാക്ടറും ഉപയോഗിക്കുന്നു. GST ആണെങ്കിലോ സംസ്ഥാനങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് ധനകാര്യമന്ത്രിയും കയർ വിരിക്കുന്നതിൽ ഡോക്ടറേറ്റ് ഉള്ളയാളുമായ ഡോക്ടർ തോമസ് ഐസക് തന്നെ പറയുന്നു. ബൂർഷ്വാ രാജ്യമാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രിക്ക് മൂലക്കുരുവിന് ചികിത്സിക്കാനും കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് വിദഗ്ധ ചികിത്സയ്ക്കും അമേരിക്കയിൽ തന്നെ പോണം. കുറെ തുണിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു. പെട്ടെന്ന് വിസ ശരിയാണെങ്കിൽ അമേരിക്ക പോണ്ടേ. ഇപ്പോ ഗെയിൽ വാതക പൈപ്പ് നിർമ്മാണം പൂർത്തീകരിച്ചതിൽ പ്രധാനമന്ത്രിക്ക് നന്ദിയും പറയുന്നു. ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് മുറവിളി കൂട്ടുകയും ഇക്കൊല്ലത്തെ ശബരിമല ദർശിക്കാനുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗിൽ 50 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുന്നതല്ല എന്ന് പുതുക്കിയ നിലപാട് വ്യക്തമാക്കി. KM മാണിയെ കോഴക്കള്ളനെന്ന് വിളിച്ച് നാടായ നാട്ടിലെല്ലാം കിടന്ന അണികളെ വാരിക്കൂട്ടി തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് കൊതുകടിയും കൊള്ളിച്ച് റോഡുകൾ മൊത്തം അപ്പിയിട്ട് താഴ്ത്തിച്ച് KM മാണിയുടെ പാർട്ടിയെ ഘടകകക്ഷിയാക്കി മകൻ ജോസ് K മാണിയെ മാലയിട്ട് സ്വീകരിക്കുകയും ചെയ്തു. എന്നിട്ട് ന്യായീകരിക്കുന്നു, അച്ഛൻ ചെയ്ത തെറ്റിന് മകൻ എന്ത് പിഴച്ചു. അതുമാത്രമല്ല, ഇപ്പോൾ ഇതാ മാണിയുടെ ഒരു പ്രതിമയുണ്ടാക്കാൻ കോടിക്കണക്കിന് രൂപ, 5 കോടി രൂപയും കുറച്ച് സ്ഥലവും പാലായി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, CPMന്റെ നിലപാടുകളും ബാലൻ K നായരുടെ ബലാത്സംഗവും ഒരുപോലെയാണെന്ന്. ആദ്യം എതിർക്കും, ആദ്യത്തെ എതിർപ്പ് പിന്നീട് ദുർബലമാകും, ഒടുവിൽ വഴങ്ങിക്കൊടുക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇപ്പോൾ ഇതാ വേറൊരു കാര്യം കൂടി കേൾക്കുന്നു. നമ്മുടെ കേരയില്ലേ, സർക്കാർ നിർമ്മിച്ച് സർക്കാർ തന്നെ വിതരണം ചെയ്യുന്ന കേര വെളിച്ചെണ്ണ, അത് താണ്ടെ റിലയൻസിന് അതിൻ്റെ മൊത്തം ഡിസ്ട്രിബ്യൂഷൻ എഴുതി കൊടുത്തിരിക്കുന്നു. ഇനി എന്ത് ചെയ്യാനാ? അപ്പോൾ അതുകൊണ്ട് വെട്ടിലാകുന്ന ആരാണെന്നറിയാമോ? സാധാരണ കച്ചവടക്കാർ. റിലയൻസിന് നാട് മുഴുവനും ഷോറൂമുകളുണ്ടല്ലോ, അവിടെ വെച്ച് അവർ വില കൂട്ടി അല്ലെങ്കിൽ വില കുറച്ച് വിറ്റോളും. അവർ വില കുറച്ചാൽ സാധാരണ കച്ചവടക്കാരുടെ കാര്യം ഗോവിന്ദ. 20% കമ്മീഷൻ കിട്ടുന്നിടത്തുനിന്ന് 10% 10% ഉപഭോക്താവിന് കൊടുക്കാം എന്ന് റിലയൻസ് പറഞ്ഞാലും നാളെ ഒരു സമയത്ത് റിലയൻസ് ചിലപ്പോൾ തീരുമാനിക്കും ഇവിടുത്തെ വെളിച്ചെണ്ണയുടെ വില എങ്ങനെ വരണമെന്ന്. ഇപ്പോൾ മനസ്സിലായല്ലോ, എല്ലാം സാമ്രാജ്യത്വ ശക്തികൾ ഇവിടെ വരുന്നു, അവരുടെ കൈയടക്കുന്നു. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല എന്നൊക്കെ പറയുമ്പോൾ ഈ കൈയടിച്ച് നടക്കുന്ന ആളുകൾ ഒന്ന് ആലോചിക്കണം. ഈ സാമ്രാജ്യത്വ ശക്തികൾ വന്നാലും പോയാലും നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്നുള്ളത്.